യോസെഫിനെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ സ്നേഹിച്ചിരുന്നത് യാക്കോബാണ്. യാക്കോബിനെ പോലെ യോസെഫിനെ സ്നേഹിച്ചത് മറ്റാരുമില്ല. പക്ഷേ യോസെഫിന്റെ ജീവിതത്തിലെ എല്ലാ കഷ്ടകാലങ്ങൾക്കും കാരണമായി തീർന്നത് യാക്കോബ് എടുത്ത ഒറ്റ തീരുമാനമാണ്. യാക്കോബ് യോസെഫിന്റെ അടുക്കൽ പറഞ്ഞു, നിന്റെ സഹോദരന്മാരുടെ അടുക്കൽ പോയി ഈ അപ്പമൊക്കെ കൊടുത്ത് അവരെ കണ്ട് ക്ഷേമം അന്വേഷിച്ച് മടങ്ങി വരണം. അന്ന് യോസെഫിനെ യാക്കോബ് പറഞ്ഞു വിടാതിരുന്നെങ്കിൽ യോസെഫിന്റെ ജീവിതത്തിൽ ഈ പ്രശ്നം ഒന്നും ഉണ്ടാവുകയില്ലായിരുന്നു. തന്നെ ഏറ്റവും കൂടുതൽ സ്നേഹിച്ച ആ യാക്കോബിന്റെ തന്നെ തീരുമാനം യോസെഫിന് ഏറ്റവും ദുരിതമായി എന്ന് നമുക്ക് തോന്നിയേക്കാം. യാക്കോബ് തന്റെ സ്വന്തം ജീവിതത്തിൽ ഒത്തിരി പ്രാവശ്യം ചിന്തിച്ചിട്ടുണ്ടായിരിക്കാം, ഏത് ഗതികെട്ട നേരത്താണോ ഞാൻ എൻ്റെ കുഞ്ഞിനെ പറഞ്ഞു വിട്ടത്, ഇതിനേക്കാൾ തെറ്റായ ഒരു തീരുമാനം ഞാൻ എടുത്തില്ലല്ലോ. എന്നാൽ അതിന്റെ പിമ്പിൽ ഒരു സത്യമുണ്ട്. നാളുകൾ കഴിഞ്ഞപ്പോൾ യാക്കോബ് തിരിച്ചറിഞ്ഞു, ഞാൻ അന്ന് എടുത്ത തീരുമാനം തെറ്റായിരുന്നില്ല. അപ്പോൾ തന്നെ യോസെഫും ഒരുപക്ഷെ ചിന്തിച്ചു കാണും, അപ്പൻ എന്തിനാ എന്നെ അന്ന് അങ്ങനെ പറഞ്ഞു വിട്ടത്. ജീവിതത്തിൽ ചിലപ്പോൾ നിങ്ങൾക്ക് വേണ്ടി മറ്റുള്ളവർ എടുത്ത തീരുമാനങ്ങൾ തെറ്റായിപ്പോയി, അത് നിങ്ങളുടെ ജീവിതത്തെ തകർത്തുവെന്ന് നിങ്ങൾക്ക് തോന്നിയേക്കാം. അല്ലെങ്കിൽ നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി നിങ്ങൾ എടുത്ത തീരുമാനം, നിങ്ങൾ ആലോചിച്ച വിവാഹം, നിങ്ങൾ പറഞ്ഞ വഴിക്ക് അവൻ പോയതുകൊണ്ട് അവരിങ്ങനെയൊക്കെ ആയിത്തീർന്നല്ലോ എന്ന് ഒത്തിരി വ്യാകുലം കാണാം. ഇല്ല, അതിന്റെ പിമ്പിൽ ഒരു ദൈവ പദ്ധതിയുണ്ട്. അന്ന് യാക്കോബ് യോസെഫിനെ പറഞ്ഞു വിട്ടില്ലായിരുന്നെങ്കിൽ യോസെഫ് ആ അപ്പന്റെ വീട്ടിൽ ആട്ടിടയക്കുടിലിൽ തന്നെ ഒതുങ്ങിയനെ. എന്നാൽ യോസെഫിനെ യാക്കോബ് പറഞ്ഞു വിട്ടത് സഹോദരന്മാർക്ക് അപ്പം കൊടുക്കാനായിരുന്നില്ല. വാസ്തവത്തിൽ പറഞ്ഞു വിട്ടത് നിശ്ചയം വാഗ്ദത്തത്തിലേക്ക് തന്നെയായിരുന്നു. നമ്മുടെ തീരുമാനങ്ങൾ പിഴയ്ക്കുമ്പോഴും അതിനകത്ത് ദൈവത്തിന്റെ വാഗ്ദത്തങ്ങൾ അത്ഭുതകരമായി ചലിക്കുന്നുണ്ട്. ഞാൻ ഒന്നുകൂടെ പറയട്ടെ, നമ്മുടെ തീരുമാനങ്ങൾ പിഴയ്ക്കുമ്പോഴും ദൈവത്തിന്റെ വാഗ്ദത്തങ്ങൾ അതിനകത്ത് പ്രവർത്തിക്കുന്നുണ്ട്. ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് എല്ലാം നന്മയ്ക്ക്.